അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഹൈജീനിന് ശനിയാഴ്ചയാണ് കേട്ടോ, ഇന്ന് ക്ലാസ് ഉണ്ട് ടാലൻറ്റിൻ്റെ. അപ്പോൾ അതിന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കണം കേട്ടോ കഴിക്കാനായിട്ട്. ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുത്തു വിടരുത് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചോറായാലും കുഴപ്പമില്ല, 2 മണി വരെ ഉണ്ടാവും കേട്ടോ ക്ലാസ്. ചോറ് അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്തയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ രാവിലെ പൂരി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പൂരി ഞങ്ങൾ ചായയിൽ കുത്തിയിട്ടാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഉമ്മ പൂരി നല്ലോണം എണ്ണ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മാവേറ്റ് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തിയാണ് ഇന്ന് ഹൈസീനിന് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഉള്ളിയും തക്കാളിയും കറിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കൂട്ടാപാത്രം എടുത്തിട്ട് അതിക്ക് കറിയും കൂടെ ആക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് എനിക്ക് കഴിക്കാനാണ്. ചപ്പാത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര വലിപ്പമുള്ളൂ കേട്ടോ. ആ ഇട്ടാണിമ്മ പത്തിരിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ 3 എണ്ണം ആക്കിയിട്ടുണ്ട്. പിന്നെ മൂടിയിട്ട് എടുത്തേക്കും 3 എണ്ണം ആക്കിയിട്ടുണ്ട്. ഐസിന് ഇതവിടെ പാമ്പിനൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. അതിൻ്റെ അടുക്ക് കുഞ്ഞോൾത്താത്തൊന്ന് വിളിച്ച് രണ്ടാളും ഒറ്റക്കാണ് കേട്ടെന്ന് പോണത്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിക്കണ്ടത്തുനിന്ന് ഇനിയുണ്ട്. പിന്നെ ആ വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരും. എന്നിട്ട് വരെ കയറ്റിയിട്ട് അങ്ങനെ പോകും. നിങ്ങൾ രണ്ടാളും ഒറ്റക്കാണ് കേട്ടോ. ഒറ്റക്ക് പോകൂലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനുവിൻ്റെ കാക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. ഐസിന് പിന്നെ ഒറ്റയ്ക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല, വണ്ടിയിൽ അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ പതിയെ അങ്ങനെ നടന്ന് പോയാൽ മതി. വണ്ടി ഒരു 22 ആകുമ്പോൾ വരികയുള്ളൂ. ചെടികളൊക്കെ അങ്ങനെ ഒരു ഉഷാറില്ലാതെ നിൽക്കണുണ്ട്. പിന്നെന്താ, അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമൊന്നും പെടൂല എന്ന് എനിക്കറിയാം, എന്നാലും വേണ്ടിയില്ല. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടെങ്കിലും പോവണേ. ഇത് വെള്ളം കുറഞ്ഞിക്കണ് തോന്നണം കേട്ടോ. അവിടെയൊക്കെ വെള്ളമില്ല എന്നാണ് തോന്നണത്. ഇന്ന് ക്ലിയർ ചെയ്യല്ലേ, ഒന്ന് തുടച്ച് നോക്കട്ടെ കേട്ടോ. വെള്ളത്തിൻ്റെ ഒച്ചൊന്നും കേൾക്കാല്ലേ, ഒഴുക്കൊക്കെ നിന്ന് വെള്ളം വറ്റിക്കണ് കേട്ടോ. വെറുതെ അല്ല, വെള്ളം വറ്റിക്കണ്. ഒരു തുള്ളി വെള്ളമില്ല, ആകെ വരണ്ട് കിടക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് സുഖമായി കരട്ടെ പോവാനേ, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഐജിനതാ വലിയ സ്പീഡിൽ നടന്ന് അവിടെ എത്തിയേക്കണം കേട്ടോ. 10-12 ആയിട്ടുള്ളൂ. 22 ആകുമ്പോൾ വരുള്ളൂ വണ്ടി പറഞ്ഞേക്കണ്. അപ്പോൾ അപ്പോഴൊക്കെ വരുള്ളൂ. അങ്ങനെ പോകണം. ഇവിടെ എത്തി ഐസുകുട്ടി. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. എന്നത്തെ പോലെയല്ല, നല്ല വെയിലൊക്കെ ഉണ്ട് ഇന്ന്. ഐസിനെ വെല്ല പോയാൽ മതി കേട്ടാ. ഇന്ന് ബസ്സല്ലല്ലോ, വെല്ല വരുള്ളൂ വണ്ടി കേട്ടാ. ഇവിടെയൊക്കെ എന്തേന്ന് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇന്നും എല്ലാ വെള്ളവും പോയി. ഇതെന്താ ഗൈസ്, ആർക്കെങ്കിലും അറിയോ ഈ സംഭവം? ഒരു മരത്തിൻ്റെ വള്ളിമ്മ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. അത് ഇമ്മ നിറച്ചതാണ് കേട്ടോ. ഇതിന് മുകളിലൊക്കെ ഉണ്ട്. എൻ്റെ ഭാവേ ഇന്ന് കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അവൻ്റെ യൂണിഫോം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ കളറാണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങളും? ചായയൊക്കെ കുടിച്ചോ? എന്തേലും ഇന്ന് രാവിലെ കഴിക്കാനായിട്ട്? ഞങ്ങൾക്കിന്ന് പറഞ്ഞില്ലേ പൂരിയും ചായയൊക്കെ ആയിരുന്നു. ഇപ്പം പൂരിക്ക് പൊള്ളച്ചപ്പം എന്നാട്ടാ പറയാ. അതൊക്കെ ആയിരുന്നു. പൂരിന്ന് പറഞ്ഞാ നടക്കും. ഇജ്ജ് പറഞ്ഞിട്ടുണ്ടാക്കിക്കണ്. അപ്പം ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. അന്നത്തെ പോലെ ഒന്നുമല്ല. ഇത്ര ദിവസം ഇങ്ങനെ മേഘം ഇതായിട്ട് കിടക്കുന്ന ആരോ കമൻറ്റ് ഇട്ടി നിങ്ങളവിടെ എന്നും മഴയാണെന്ന്. മഴ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ഇപ്പം മഴയൊന്നുമില്ല.
മഴ പോയതിൻ്റെ 2 ഇരട്ടി വെയിലായിട്ടാണ് ഇന്ന് വന്നിക്കണത്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. ഐസുവാ അവിടുന്ന് ഒരു വണ്ടീൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. വണ്ടി വന്നാ നമ്മളെ വണ്ടിയല്ല. ഞങ്ങൾ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം പോയിട്ട് ഇവിടെ ഇതാ ഇച്ചി കെട്ടിയിരുന്നു കേട്ടോ. പച്ച കളറിൽ പായൽ വെള്ളം ഇങ്ങനെ ഒലിച്ചതല്ല, 3-4 ദിവസം അടുപ്പിച്ച്. അതാണ് എല്ലാവരും പണികളൊക്കെ ഒതുങ്ങിയോ? ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ കേട്ടാ. വണ്ടി വരുന്നുണ്ട് കേട്ടാ. ഇവിടെ ഓക്കെ തല പുറത്തേക്ക് ഇടരുത്, പിന്നെ അതേപോലെ തലക്കിരിക്കരുത് കേട്ടാ. ഉള്ളിലിരുന്നാൽ മതി കേട്ടാ. നിങ്ങൾ രണ്ടാളും ഒറ്റക്കെ ഉള്ളൂ, ഉള്ളിലിരുന്നാൽ മതി. കേരിക്കോ. ആ ഇതൊക്കെ തല പുറത്തേക്ക് ഇടരുത് ഇനിയോ. നല്ല ഇഷ്ടം. അച്ഛോ വേഗം കൊടുത്തിട്ടില്ല. എന്നാ പൈസയായി പിന്നെ തരട്ടാ. വണ്ടി പോയി. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ബാഗ് കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുക. ബാഗിൻ്റെ തോളത്തുള്ളതൊക്കെ ഓർമ്മ ചെയ്യുക. കുട്ടി ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പോയി നോന്. നല്ല വിറ്റ് ഏതായാലും. പിന്നീട് ഞാൻ ഈ ഉച്ചക്ക് ചോറും നമ്മളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് പുളിങ്കറിയും അതേപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുളത്തിൻ്റെ ആണ്ട് പോവാണ് കേട്ടോ. അപ്പം പിന്നെ ആ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വേഗം ഇറങ്ങണം. കുളത്തുനിന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. പാടത്തല്ലടി കിട്ടുക. നമ്മൾ പാടത്തിൻ്റെയാണല്ലോ പോണത്. ഞങ്ങൾ പാടത്തിൻ്റെയാണ്ട് പോവാണ് കേട്ടോ. പാടത്തിന് ഞങ്ങൾ ചേറെടുക്കാനുണ്ട്. ചേറെടുക്കണത് എന്തിനാ വെച്ചാൽ എന്തിനാടി ആമ്പലിന് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ അവിടെ വരെ ഞാൻ വീഡിയോ എടുക്കണേ. എന്നും കാണിക്കണ റോഡ് തന്നെയാണിത്. അങ്ങനെ ഞങ്ങളിതാ കുളത്തിൻ്റെ അവിടെ എത്താനായിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ജാതിക്കൻ്റെ തോട്ടമുണ്ട്, അങ്ങോട്ടൊന്ന് കയറണം എന്ന് പറയണേ. ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു ജാതിക്ക തിന്നിട്ട് പോവാച്ചിട്ടാ. എൻ്റെ ഭർത്താവിൻ്റെ മൊത്തം കേട്ടിട്ടുണ്ടാവും. എന്താ തേങ്ങ പൊളിച്ചിട്ട് വണ്ടി വന്നത്. ഇവിടെ പണിക്കാരുണ്ടോ? ഇവിടെ ഒന്നും ഒരാളും മനുഷ്യനും കയറ്റി ഒരു ചെറിയ ഏരിയൊക്കെ ഒരു പേടിയാവുക. പേടി മുടങ്ങുക. ജാതിക്ക് ഒറ്റ ഞാനൊക്കെ വിളവെടുത്ത് പോയിക്കണ്. ഒരു ചെറുത് തോതിമ ഇല്ലാതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. ഇതാട്ടെ ജാതിക്ക തോട്ടം. ഞങ്ങൾ അന്ന് കൊലത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കൂലേ ജാതിക്ക, അങ്ങനെ നിന്നീന്ന് കിട്ടാ. എന്നിട്ട് ഞങ്ങൾ പെറുക്കി തിന്നീന്ന്. കൊലത്തൊക്കെ ഒന്നും ആരും കുളിച്ചാൽ വരല് ചെയ്യാൻ തോന്നുന്നു. ഇഷ്ടംപോലെ വെള്ളം നിറഞ്ഞുകളല്ലെന്ന്. ആരതപ്പം മാസ്ക് കയ്യിൽ? മാസ്ക് അല്ലട്ടെ, കവറിൻ്റെ ഉള്ളിൽ നാരങ്ങയാണ്. ഒളിച്ചു പോണതാ. ആ നാരങ്ങ അല്ലടി, ഫാഷൻ ഫ്രൂട്ടാണ്. എന്തോ ഒന്ന് ഇവിടേക്ക് വരുമ്പോൾ ഒരു പേടിയാവൂല. ആരും ചായിട്ട് എപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോഴും ആടെ ചെന്ന് അറിഞ്ഞിക്കണ്. നമ്മളെപ്പോൾ വരുമ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ ഗായ്സ് നമ്മളപ്പോൾ കാലിട്ടിരുന്നാൽ ഫുള്ള് തിന്നു. പേടിയാവുക. ഇതിലിപ്പോൾ ഇവിടെയൊക്കെ മീനുകൾ. നമ്മളിപ്പോൾ ഇതിൽ മുങ്ങി പൊന്തിയാലേ ആരും രക്ഷിക്കാല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് പോരാ. നല്ല വെള്ളം ഒഴിക്കണ്ടല്ലേ ഇപ്പോൾ. ഇവിടെ നല്ല എടുക്കണ്. അവിടെ കറി നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. നനഞ്ഞു. മീനുകളൊക്കെ അതാ ഓടണ്. അത്രക്ക് വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ. മുട്ടിൻ്റെ അവിടെ വെച്ചണ്ട്. എല്ലാ തണുപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് നീന്തിച്ച് പോയാലോ? ഹരി ഇതിൽ നീന്താൻ വെള്ളം അങ്ങനെ അങ്ങോട്ട് പോവാൻ കേട്ടോ. പാടത്തേക്ക് ഇവിടുന്നാണ് ചേറെടുക്കാൻ പോണത് ഞങ്ങൾ. ചേറുണ്ടാവും, ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കും വേണ്ട.
ഇതാണ് ഇപ്പം എൻ്റെ കുളം. ഇതൊന്നും നല്ല കൊണ്ടിട്ടാ തള്ളി മറിച്ചാൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പായലല്ല എനിക്ക് വേണ്ടത്, ഈ പായലല്ലേ. എത്ര പോലെ മീനാ നോക്ക അതില്. ഞാൻ ഇങ്ങോട്ട് നിൽക്കാണ് ഈ കൊണ്ടിക്കിപ്പോ ഞാനും ഫോണും വീണീന്ന് പാടി ഫുള്ള് ചേർടുക്കാൻ ഫുള്ള് സെറ്റപ്പിലായിട്ട് ഞങ്ങൾ വന്നിക്കണേ. അപ്പോൾ ഇവിടുന്ന് ഒരു ഷാളും കിട്ടി. ആയിട്ട് ഇനി മീൻ പിടിച്ചാന്നാണ് ഓള് പറയണത്. അപ്പോൾ ഇനി മീൻ പിടിച്ചുള്ള പ്ലാനിങ്ങും ഉണ്ടാക്കി. ഇതിലിപ്പോൾ നമ്മൾ ഇറങ്ങിയത് താന്നു പോവോ? ആട് കൊണ്ടാണ് കേട്ടോ ഗായ്സ്. അതിൽ നിറച്ച് മീനും ഉണ്ട്. അപ്പോൾ ചേറില്ല എന്നാണ് ഇവള് പറയുന്നത് കേട്ടോ. എന്താണ് ഈ ചേറ് നിൽക്കും മനസ്സിലായിട്ടൊന്നുമില്ല. ഫുള്ള് ചളിയാണ് എന്നാണ് ഇവള് പറയുന്നത്. മണ്ണ് അതാണ് ചേറ്. കാണിച്ചു കൊടുത്താ ചേറും കട്ട അതല്ലടി ചളിക്കട്ടല്ല അപ്പം ചെറുത്തത്. അതാണ് ചേറ്. എന്താ ഇങ്ങനെ കിടക്കണ അത്ര. അപ്പോൾ ഇത് ആമ്പലിന് ഇട്ടെടുക്കാനായിട്ട്, എന്നാലേ നല്ല വളരും എത്ര ആമ്പൽ. അപ്പോൾ ഓളവിടെ ചേറ് മാന്തി പറിച്ചുണ്ടാക്കട്ടെ നമുക്ക്. അപ്പോൾ ഇങ്ങനെ നടക്കാം. വെള്ളം പോണ ഒച്ചയായിട്ട് കേൾക്കണ്. കുറച്ച് മുള്ളും ഉണ്ട്. അപ്പോൾ ഗായ്സ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എന്തേനു ഇന്ന് കറികളൊക്കെ? നമുക്ക് അങ്ങനെ നടക്കട്ടെ അവിടെ കൂടെ. ഇഷ്ടംപോലെ മീൻ ഉണ്ടിട്ട് അതിൽ. നമുക്ക് പിടിച്ചാലൊന്നും കിട്ടൂല, ഒക്കെ അങ്ങനെ പോവും. അങ്ങനെ പോകണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ പോവാം. ഇത് മറ്റേ സംഭവമല്ലേ കുളച്ചണ്ടി, അതാണ് കേട്ടോ. അതിൽ ഒഴുകി വരുമ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇല റോസ് കളറ് ഇല. കുളച്ചണ്ടി എന്തത് സംഭവം എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ ഒഴുകി പോണത്. ഇതൊറ്റൊന്നുള്ളൂ. നമുക്ക് കുളത്തിൻ്റെ എന്താ വെയിൽ അറിയാം. ഹേയ് ആരോ ട്രൗസർ ഇതവിടെ മറന്നു വെച്ചത് കുട്ടികളത്. നല്ല വെള്ളം കിട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നീന്തിച്ച്, ആ ഭാഗമൊക്കെ നല്ല കൊണ്ടുള്ള കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് നീന്തിച്ച് ഇവിടെ വന്നിട്ടാണ് നിൽക്കുക. അത്രേ ഞാൻ പോകുള്ളൂ. ഇവിടെ വന്നിട്ട് നിൽക്കും. ഈ കുളത്തിൻ്റെ അടി കാണുന്നുണ്ട് കേട്ടോ. കുറേ കല്ലൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന്. ഇതിൻ്റെ അടിയിൽ നിന്നാണ് ആ കുളത്തിലിടുന്ന ആ സാധനം പോയിക്കണത്. ഇതിൻ്റെ അടിയിൽ ഇത് കാണുന്നു കുറേ ചെടികൾ വളർന്ന് നിൽക്കണത്. ആ ഭംഗിയുള്ള ആ സാധനം. എടി നിന്റെ അടിഭാഗം കാണലുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ വരുമ്പോൾ. ഇങ്ങോട്ട് നോക്കേ, കിട്ടിയാ? ഇങ്ങോട്ട് നോക്കേ, ആ അടിയിലൊക്കെ നോക്കുക. ഇഷ്ടംപോലെ ചെടികൾ വളർന്നിക്കണേ. കല്ല് വരെ കാണുന്നുണ്ട് അതിൻ്റെ അടിയിലുള്ള എത്രയൊക്കെ കല്ലുകൾ ആണോക്കെ. അവിടേക്കൊക്കെ നോക്കുക ചെടികൾ നിൽക്കണ്. തെളിഞ്ഞ വെള്ളം അടിയിലുണ്ടാക്കുക ചെടികൾ ഇഷ്ടംപോലെ. ഇവിടെയൊക്കെ അത് കല്ലുകൾ. ഇക്കണ്ട ആയണ്ടായിട്ട് ഇജ്ജ് കൊണ്ടില്ലാന്ന്. പക്ഷേ മുണ്ടല്ലേ നമ്മൾ അവിടെ നായ്ക്കൾ ഇട്ടോ, ഒരു കൂട്ടം നായ്ക്കൾ കടി പിടിക്കണേ. ഞങ്ങളങ്ങനെ നോക്കുക. ഓ ഞമ്മോ, ഞങ്ങളുണ്ട് ഒരു പേടി അടിച്ചിട്ട് ഒക്കെ കൂടെ ഇവിടെ വന്നിരുന്നു കടി ഞങ്ങളെങ്ങനെ നോക്കുക. ഞങ്ങളുണ്ടൊരു പേടി അടിച്ചിട്ട് ഞമ്മോ. ഓ പേടിച്ചിട്ട് ഒരു മനുഷ്യല്ലേ ഇവിടെ. ഇവിടെ പേടിച്ചായിരിക്കുക ഒരാളും ഇല്ല. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞിവിടെ കിടക്കല് കേട്ടോ. എപ്പോഴും ആൾക്കാരുണ്ടാവും കുളിക്കാനും നീന്താനൊക്കെ ആയിട്ട്. ഇങ്ങനെയാണ് ഇപ്പം കഥകൾ. ഇഷ്ടംപോലെ മീനുകളാണ് പോണു. നിങ്ങൾക്ക് അത് ഇതിൽ കാണൂല. ഇനി ഞങ്ങൾ കുറച്ച് മീൻ എടി നമുക്ക് പോവൊക്കെ എന്താ ഉൾഭയം. പേടിച്ചാലൊന്നും ഇല്ല. അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. ആ കാണുന്നത് നമ്മൾ വരുന്നോടത്തന്നെ വീടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കാണാനില്ലാത്തതുകൊണ്ടേ ഒരു പേടി. ഇനി നായ്ക്കളൊക്കെ നമ്മളെ കടിച്ച് കീറുമോ? ഇനി ഞങ്ങൾ കുറച്ച് നേരം മീനിനെ പിടിക്കട്ടെ. കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ സാധനം അടിപൊളിയാണ് കാണാൻ. വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെ എടുക്കുമ്പോൾ അറിയണില്ല. വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭാഗം മൊത്തം കാണാൻ. പിന്നെ നിറയെ വേരും ഉണ്ട് കേട്ടോ. ഇതിമേ വെള്ളത്തിൽ ഇട്ടെടുത്താൽ നല്ല രസമുണ്ട് കാണാൻ. ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ അങ്ങനത്തെ ഒരു സാധനം. കുറച്ച് വേരാണ്. അപ്പോൾ ഓൾക്ക് വേണമെന്നാണ് കേട്ടോ എടുത്തേക്കണേ. മീനെ പിടിച്ചാൽ ഞങ്ങൾ കുറച്ച് നേരം നിന്ന്. പക്ഷേ മീൻ ഒന്നും കിട്ടണി എന്താണെന്നാവാം. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ബോറോണ്ടാന്ന് എനിക്കറിയില്ല. ഈ ഒരു ഷാൾ കണ്ടാരോ മറന്നു വെച്ച് പോയതാണ്. അത് എടുത്തിട്ടാണ് ഞങ്ങൾ മീനെ പിടിച്ചത്. എന്നടി ഇത് പിടിച്ചോ കഴിക്കാൻ. ഇനി ഞങ്ങൾ പോവാണ് ഗായ്സ്. ചെരുപ്പിടട്ടെ. അല്ല പഠിച്ചോനെ
ഓ വലിയ മീൻ, ഇത്ര വലുതൊക്കെ ഇതിലുണ്ടായിന്നാ. അപ്പം ഞങ്ങൾ തിരിച്ചു പോകട്ടെ. ഒരു ഇതിൽ നമ്മൾ ഇവിടക്കല്ലേ നിൽക്കലുണ്ടായിന്ന്. അടിയിൽ കണ്ട കല്ല് കാണുന്നു ഗായ്സ്. ഇപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ അടിയൊക്കെ കാണുന്നത്. ഞങ്ങളെ വിചാരേ ഇവിടൊക്കെ എന്താണ് ഉള്ളതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതിനിട്ടാ സൂക്ഷിച്ചു ഇതിമ കൂടാണ് നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് സ്റ്റെപ്പൊക്കെ കയറി പോവുക. അപ്പം ആവശ്യത്തിന് ചേറും കിട്ടി, ഒക്കെ കിട്ടി. കണ്ട വെള്ളം. ഞങ്ങളെ സുഹൃത്തുക്കൾ കുറച്ച് ആൾക്കാർ, 4-5 ആൾക്കാർ കമ്പനിക്ക് വന്നവർ അവിടെ തന്നെ ഉണ്ട് ഇട്ടാ. ഞങ്ങളിവിടെ വരുമ്പോൾ അവിടെ ആ തൊടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നൊക്കെ കൂടി. ഇവരിവിടുന്ന് പോയിട്ട് തന്നെ ഞങ്ങളെ കാത്ത് കഴിയുന്നു തോന്നുന്നു. നമ്മളങ്ങനെ വല്ല അടിയിൽ കൂടി പോവുക. എനിക്ക് തോന്നുന്നു നമ്മളെ അവസാന ദിവസമാണ്. എനിക്കറിയാമല്ലോ. ഇവിടെ കണ്ട തേങ്ങ ഒക്കെ പൊളിച്ചിട്ട് ചകിരി ഇട്ട് കണ്ട പച്ച തേങ്ങ. അതരെ അതിൻ്റെ ഉള്ളിലത് ജാതിക്ക കുറേ കിടക്കണ നിലത്ത്. ഇനി ജാതിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് പേടിച്ചിട്ട് മൂട് പോയി. ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാൻ ഇട്ടീന്ന്. ഇപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും പെരീക്കെത്തിയാൽ മതി എന്നുള്ള അയക്കണ്. കണക്ക് നോക്കണേ, ഇമ്മോ ഇവലെ 5 ആളുണ്ട്. അവിടെ കണ്ടിട്ട് ആ തൊടുവിൽ കാണുന്നില്ലല്ലോ ഇതിൽ ആക്കണ്. ഒരു 5 ആളും കൂടി നമ്മളെ പണി കഴിച്ചു. വേണ്ട നടക്കുക. എത്ര ആൾ സത്യത്തിലുണ്ട്? 4 ആൾ. ഒരു വലിപ്പം നോക്കാം, എന്താ ഇത് തിന്നണ്. അപ്പം ഞങ്ങൾ പേടിച്ചിട്ട് വേഗം നടക്കണം. ഇപ്പം നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പം വേറെ ഇടയ്ക്ക് നോക്കിയിരിക്കണം. ഇപ്പം സമാധാനമായി. നമ്മൾ തിരിച്ചിവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ, പോണോടത്ത്. പിന്നെ അവിടെയൊക്കെ വീടുകളാണ്. ആക്കണം ആ തൊടിയിലൊരു താത്തക്കണം. ഒരു താത്തല്ല, ഒരു കുട്ടി ഉണ്ടല്ലോ. ഓല എന്താടി അയറ്റി കൊണ്ടുപോണ് പുല്ലോ. ആ കുട്ടിയാ നായ്ക്കളെ കണ്ടിട്ടില്ല. ആ തൊടിയത്ത് പുല്ല് പറിക്കണം. അതാ മറ്റേ കുട്ടിയാണ്, ഞാൻ എന്നും കാണലുണ്ട്. ഓള് സ്കൂളിൽ വരുന്നത്. ഇവിടുത്തെ ഇവളും മോള് ഓളും പാടും. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇതെങ്ങോട്ട് പോവാനുള്ള വയ്യ? എവിടെയും പോവാനുള്ളതാ ഇത് ആണടി. ഞങ്ങളിങ്ങനെ കയറ്റം കയറി അങ്ങനെ മോൾക്ക് വാട്ടാം. ഫുള്ള് റോഡ് തന്നെ. എൻ്റെ വീഡിയോയിൽ ഫുള്ള് റോഡ് തന്നെ ഉണ്ടാവലുള്ളൂ, വേറെ ഒത്തും ഉണ്ടാവില്ല. തെങ്ങി മാണ്ടേ? അത് വേണ്ട. തലക്കാല വെള്ളമൊക്കെ മതി. റോഡെത്തി കാഴ്ച. റോഡ് കാണിച്ചു തരാം. അല്ല കുഴങ്ങി ഞങ്ങൾ. നൈസിന് വരാനായി. 1:30-2 മണി ആവാനായി. 2 മണിയൊക്കെ ആകുമ്പോൾ മോൻ വരും. എത്ര സമയമായി? 1:30 ആയിട്ടു. അപ്പോൾ റോട്ടിൻ്റെ അവിടെ എത്തിയിട്ടാണ്. നമ്മൾ ബസ് എത്തിക്കുന്ന സ്ഥലം അവിടെ. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന്. കാട്ടിൽ ഞങ്ങൾ രാവിലെ കയറിക്കണേ. ഓ എപ്പോൾ എത്തിച്ചിട്ടിരിക്കണ്. ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.